നമസ്കാരം. അശോക് ഷാഡ് സവാരിയുടെ ഭാഗമായി പുതിയൊരു സംഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഗതാഗത മേഖലയിൽ ഷെയർഡ് മൊബിലിറ്റി അഥവാ ഇന്റഗ്രേറ്റഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് IPT സർവീസുകൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ചുള്ള അവബോധനം വളർത്താനായി നടത്തുന്ന ഒരു സംരംഭമാണ് അൺലോക്ക് ഷെയർഡ് സവാരി. ഞാൻ ചൈത്ര നാവഡ, കൊച്ചിയിലെ സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിലെ അസോസിയേറ്റ് ആണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ ദീർഘകാലത്തെ ഭരണപരിചയമുള്ള ശ്രീ BJ ആന്റണിയാണ്. മോട്ടോർ വാഹന വകുപ്പിൽ സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറായി വിരമിച്ച അദ്ദേഹം വകുപ്പിന്റെ ഗതാഗത നയങ്ങളിൽ നിർണായകമായ പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഔദ്യോഗിക ജീവിതത്തിനു ശേഷം കൊച്ചി മെട്രോയുടെ കൺസൾട്ടന്റായും കേരള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ രൂപീകരണത്തിലും സജീവമായി പങ്കുവഹിച്ചിട്ടുണ്ട്. നിലവിലെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഷെയർഡ് മൊബിലിറ്റി അഥവാ IPT സർവീസുകളെ എങ്ങനെ ശാസ്ത്രീയമായി ക്രമീകരിക്കാം, എന്തൊക്കെ നിയമമാറ്റങ്ങളാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. നമസ്കാരം സർ, സാധാരണമായി ടാക്സികളിൽ നിന്നും ഓട്ടോറിക്ഷകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സർവീസ് ആണല്ലോ ഈ ഷെയർഡ് മൊബിലിറ്റി അഥവാ IPT സർവീസുകൾ. ഒരു നിശ്ചിത റൂട്ടിൽ ഒന്നിലധികം സ്റ്റോപ്പുകളിൽ നിർത്തി ഓരോ യാത്രക്കാരിൽ നിന്നും പ്രത്യേകം ചാർജ് ഈടാക്കിയാണ് ഇവ നടക്കാറുള്ളത്. പൊതുവെ എന്ത് റോളാണ് നമ്മുടെ ഒരു ഗ്രാമത്തിലാവട്ടെ അല്ലെങ്കിൽ നഗരത്തിലാവട്ടെ എങ്ങനെയാണ് ഈ സർവീസുകൾ ഉപകാരപ്പെടുന്നത്? ഷെയർഡ് മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്റ്റേജ് ഗാരേജുമായിട്ട് വളരെയധികം അടുപ്പമുള്ള അല്ലെങ്കിൽ അതിനോട് താരതമ്യം ചെയ്യാവുന്ന ഒരു സർവീസാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഷെയർഡ് മൊബിലിറ്റി. ഷെയർഡ് മൊബിലിറ്റി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൊബിലിറ്റിയിലുള്ള അഫോർഡബിലിറ്റിയാണ്. അത് പ്രധാനമായിട്ടും നമ്മൾ നഗരങ്ങളിലും അതേപോലെ തന്നെ റൂറൽ ഏരിയയിലും ഇത്തരം സർവീസുകൾ അനധികൃതമായിട്ടൊന്നോ അല്ലെങ്കിൽ എന്താ പറയുക നിയമപരമല്ലാതെയോ ഒക്കെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് കേരളം പോലുള്ള സംസ്ഥാനത്ത് നിയമപരമായിട്ട് ഇല്ലാത്തത് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതില് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈ ഷെയർഡ് മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ അത്തരം ഒരു ക്ലാസ് ഓഫ് വർക്കുകളോ നമുക്ക് മോട്ടോർ വാഹന നിയമത്തിൽ ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒരു സ്റ്റേജ് ഗാരേജ് ഓപ്പറേഷൻ ആണോ ഇത്തരം ഷെയർഡ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് ഗാരേജ് ഓപ്പറേഷൻ ആയിട്ട് കണക്കാക്കി നിയമവിരുദ്ധമായിട്ടുള്ള ഓപ്പറേഷൻ ആയിട്ട് കണക്കാക്കുമോ എന്നൊരു ചോദ്യം ഉദിക്കാം. പക്ഷേ സ്റ്റേജ് ഗാരേജ് പ്രത്യേകം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മോട്ടോർ വാഹന നിയമത്തിൽ സ്റ്റേജ് ഗാരേജ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് ഗാരേജിന്റെ ഡിഫിനേഷനിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ അതിനൊരു 8 സീറ്റെങ്കിലും വേണം എന്നുള്ളതാണ്. അപ്പൊ സ്റ്റേജ് ഗാരേജിന്റെ താഴെ സ്റ്റേജ് ഗാരേജ് ചെയ്യുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പാസഞ്ചേഴ്സിന് റൂട്ടിൽ നിന്ന് ഡിഫറെന്റ് പ്ലേസസിൽ നിന്ന് കയറ്റി ഡിഫറെന്റ് പ്ലേസസിൽ ഇറക്കി ഇൻഡിവിജ്വൽ ഫെയർ കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനം. അത്തരം സംവിധാനങ്ങൾ സ്റ്റേജ് ഗാരേജ് ഒഴികെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 8 സീറ്റിൽ താഴെയുള്ള വാഹനങ്ങൾ അത്തരം സർവീസ് നടത്താനായിട്ട് നിയമത്തിൽ ഒരു സ്ഥലത്തും വ്യവസ്ഥ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ IPT എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മള് ഷെയർഡ് മൊബിലിറ്റി എന്ന് പറയുന്ന വാഹനങ്ങൾ ആക്ച്വലി അത് ഓട്ടോറിക്ഷയോ ടാക്സിയോ ആണ്. അപ്പൊ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ടാക്സിയും ഓട്ടോറിക്ഷകളും കോൺട്രാക്ട് കാരേജിന്റെ ഡെഫിനിഷനിലാണ് വരുന്നത്. കോൺട്രാക്ട് കാരേജിന്റെ ഡെഫിനിഷനിൽ ഒരു കാര്യം വരുമ്പോൾ ആ വാഹനത്തില് അതിന്റെ ഡെഫിനിഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഒരു ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റിൽ പോകണം എന്നുള്ളൊരു ധ്വനിയാണ് ആ ഡെഫിനിഷനിൽ വരുന്നത്. ഈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 10-70 വർഷത്തിലധികം പഴക്കമുള്ള ഡെഫിനിഷനാണ്. അന്നത്തെ കാലത്ത് ചിലപ്പോ അതൊക്കെ മതിയാകുമായിരുന്നായിരിക്കും. പക്ഷെ പുതിയ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു മാറ്റം ഈ ഡെഫിനിഷനിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഡെഫിനിഷനിൽ തന്നെ അവസാനം പറയുന്നത് ടാക്സി വരെയുള്ള അല്ലെങ്കിൽ മോട്ടോർ ക്യാബ് വരെയുള്ള വാഹനങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഫെയർ കളക്ട് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്നുള്ള ഒരു കാര്യമാണ് അതിൽ പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു മോട്ടോർ ക്യാബ് എന്ന് പറഞ്ഞ ഈ ടാക്സികള് ഒരു സ്ഥലത്ത് കൂടുതൽ ആളുകളെ കയറ്റുമ്പോൾ, കൂടുതൽ ആളുകളെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളെ കയറ്റാൻ പറ്റുള്ളൂ. 8 താഴെയാണ് അവരുടെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ആളുകളെ ആയിട്ട് കയറ്റുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ആ വാഹനത്തിൽ എന്ത് ചാർജാണ് കൊടുക്കേണ്ടത് അത് തന്നെയായിരിക്കും ചിലപ്പോൾ 8 പേർക്കും കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 പേര് കയറുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ.
അപ്പൊ 3 പേര് കയറിയാലും ഒരാൾ കയറിയാലും ഓട്ടോറിക്ഷകൾക്ക് ഫെയർ ഒന്നാണ്. അപ്പൊ 3 പേര് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1/3 ആയിട്ട് കുറയുമ്പോഴാണ് അതിന്റെ ഒരു അഫോർഡബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത്തരം സർവീസുകൾ നിയമത്തിൽ കോൺട്രാക്ട് ഗാരേജിന്റെ ഒരു ഡെഫിനിഷൻ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ടാക്സികൾക്ക് ഈ പറയുന്ന മുകളിൽ പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് വ്യത്യാസമുണ്ട്. മുകളിൽ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ വാഹനം മുഴുവനായിട്ട് വാടകയ്ക്ക് എടുക്കണം എന്നുള്ള കണ്ടീഷനിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ മോട്ടോർ ക്യാബ് വാഹനങ്ങൾ ഈ ഇൻഡിവിജ്വൽ ഫെയർ കളക്ഷൻ പെർമിറ്റ് ചെയ്തിട്ടുണ്ട് ഡെഫിനിഷനിൽ തന്നെ. പക്ഷെ ഇത് പലപ്പോഴും ഈ ഇത്തരം സർവീസുകൾ സ്റ്റേജ് ഗാരേജ് സർവീസുകളായിട്ട് മുദ്ര കുത്തുകയും എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും പോലീസിലാണെങ്കിലും ഉള്ള എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് അത് പെർമിറ്റ് കണ്ടീഷന്റെ വയലേഷൻ ആയിട്ടൊക്കെ ചിത്രീകരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന് കാലാനുസൃതമായിട്ടുള്ള ചട്ടങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചട്ടങ്ങളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റേജ് ഗാരേജിന് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളോ ഒന്നും ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒന്ന് നിർവചിക്കപ്പെടുകയാണെങ്കിൽ, അത്തരം ചട്ടങ്ങൾ നിർവചിക്കപ്പെടുകയാണെങ്കിൽ ഈ വാഹനങ്ങള് നമുക്ക് കോൺട്രാക്ട് ഗാരേജ് ആണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഒരു സ്റ്റേജ് ഗാരേജ് പോലെ, സ്റ്റേജ് ഗാരേജ് അല്ല, സ്റ്റേജ് ഗാരേജ് ഒരിക്കലും ഒരു സ്റ്റേജ് ഗാരേജിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റേജ് ഗാരേജിന്റെ ഡെഫിനിഷനിൽ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് സീറ്റ്സ് പറയുന്നുണ്ട്. അതിന് മുകളിലാണെങ്കിൽ അത് സ്റ്റേജ് ഗാരേജ് ആകുള്ളൂ. അപ്പോൾ ഇത്തരം ചെറിയ റൂട്ടുകളിലേക്ക്, ഒരു ചെറിയ റൂട്ടുകളിലേക്ക് ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റിയും ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയും കൊടുക്കാനായിട്ട് ഈ വാഹനം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ കൊച്ചിയില് നമ്മൾക്ക് മെട്രോയുടെ ഫീഡറായിട്ട് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതില് ഫീഡറായിട്ട് ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷകൾ 10 രൂപ ഇൻഡിവിജ്വൽ ആയിട്ട് 10 രൂപ ഫെയർ കളക്ട് ചെയ്തിട്ടാണ് ഓടിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു പെർമിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നമ്മളിപ്പോ സംസാരിക്കുന്നത് വളരെ വർഷം പഴക്കമുള്ള കോൺട്രാക്ട് ഗാരേജ് എന്നുള്ള ഡെഫിനിഷനും അതുപോലെ സ്റ്റേജ് ഗാരേജിന്റെ ഡെഫിനിഷനും കൂടിയുള്ള ഒരു ഇന്റർപ്രിട്ടേഷന്റെ പുറത്താണ് നമ്മളിപ്പോ പറയുന്നത്. പക്ഷേ പുതിയതായിട്ട് 2019 മോട്ടോർ വെഹിക്കിൾ ആക്ടില് അമെന്റ്മെന്റ് വന്നപ്പോൾ, അമെന്റ്മെന്റ് വരാനായിട്ടുള്ള കാരണങ്ങൾ അതിന്റെ പ്രിയാമ്പിളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അമെന്റ്മെന്റ് വരാനുള്ള കാരണങ്ങളിൽ ഇതും ഒക്കെ ഒരു കാരണമാണ്. അപ്പൊ ഇതിന്റെ അകത്ത് അർബൻ ആൻഡ് റൂറൽ ഏരിയയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇത്തരം സർവീസുകൾ കോൺട്രാക്ട് ഗാരേജ് ആണെങ്കിൽ പോലും ഇത്തരം സർവീസുകൾക്ക് കോൺട്രാക്ട് ഗാരേജിന് കൊടുക്കുന്ന കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ഇടക്ക് നാളെ കയറ്റാൻ പാടില്ല, ഇടക്ക് ആളെ ഇറക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫെയർ കളക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള കോൺട്രാക്ട് ഗാരേജിന്റെ ആ കടുത്ത കണ്ടീഷൻസ് ഒഴിവാക്കി കൊടുക്കാനായിട്ട് സെക്ഷൻ 74 അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സെക്ഷൻ 67 അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ആ അമെന്റ്മെന്റിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർഡ് മൊബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ ഇപ്പോ അമെന്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. അതുകൂടാണ്ട് ഇപ്പോഴത്തെ നിയമത്തിലും ഇതിനുള്ള ചെറിയൊരു പ്രൊവിഷൻ ഉണ്ട്, ഇല്ലായ്മയില്ല. പക്ഷെ ലോക്കൽ ലെവലിൽ മറ്റേ RTOയിലും മറ്റ് പോലീസും മറ്റും അങ്ങനെ അവരുടെ ഒരു അവബോധനക്കുറവ് കൊണ്ടാവാം അവരങ്ങനെ റെഗുലേറ്റ് ചെയ്യണത്. അപ്പൊ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ എവിടെ നിന്നാണ് ഇതിനുള്ള പരിഷ്കാരം വരേണ്ടത്? ഇപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നാണോ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നാണോ? സെൻട്രൽ ഗവൺമെന്റ് എന്തായാലും സ്കീമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയാ, അതിനുള്ള ഒരു സ്കോപ്പ് മറ്റേ അമെന്റ്മെന്റിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആരാണ് എടുക്കേണ്ടത്? അതില് നമ്മള് സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യം പറയുമ്പോ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്ന ഈ IPTയിലെ ഈ ഷെയർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് നമ്മള് അർബൻ ഏരിയയിൽ ഉള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ 2006 നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി അറിയാമല്ലോ. NUTP 2006 പറയുന്നത് മൊബിലിറ്റി ഓഫ് പീപ്പിൾ ആണ്, അല്ലാതെ മൊബിലിറ്റി ഓഫ് വെഹിക്കിൾ അല്ല. മൊബിലിറ്റി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾസ് കൂടുതൽ ട്രാവൽ ചെയ്യണം. ഇപ്പൊ ഒരു ഓട്ടോറിക്ഷയിലോ അല്ലെ ഒരു ടാക്സിയിലോ ഒരാള് ട്രാവൽ ചെയ്യുന്നത് 4 പേര് അല്ലെങ്കിൽ 3 പേര് ട്രാവൽ ചെയ്യുന്നതുമായിട്ട് വരുമ്പോൾ കൂടുതൽ ആളുകളെ ട്രാൻസിറ്റ് ചെയ്യുന്നതാണ് NUTP 2006 അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം സെൻട്രൽ ഗവൺമെന്റിൽ ഇത്തരം പല ചർച്ചകളും മാറ്റങ്ങളും പോളിസികളും ഉണ്ടായെങ്കിലും സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് കേരള സർക്കാരാണെങ്കിൽ തന്നെ ഈ ട്രാൻസ്പോർട്ടേഷനിൽ അല്ലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പ്രത്യേക പോളിസികളൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അത്തരം പോളിസികൾ കൊണ്ടുവരാത്തത് കൊണ്ട്
ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ഡിറ്റീറിയേറ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. കാരണം നമുക്ക് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേജ് കാരേജ് ഈ പോപ്പുലേഷൻ ഇൻക്രീസും അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ടുള്ള ഡെവലപ്മെന്റും പിന്നെ അങ്ങനെ പലതും ഇവിടെ ഉണ്ടായിട്ടും ഈ പറയുന്ന നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം സാധാരണ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന കൺട്രീസിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അതോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കഞ്ചഷൻ കുറയുകയും അതുപോലെ പൊല്യൂഷൻ കുറയുകയൊക്കെ ചെയ്യുമുള്ളൂ. പക്ഷെ അത്തരം വിഷൻ ഒന്നും ഉള്ള രീതിയിലുള്ള സംസ്ഥാനത്തിന്റെ പ്രത്യേക ഒരു പോളിസി അങ്ങനെ പോളിസികളൊന്നും ഇതില്ല. അപ്പൊ ഇതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാക്ക് ഓഫ് പോളിസിയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് പോളിസി ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരം പോളിസി ഇവിടെ ഉണ്ടാകേണ്ടതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ കേരളം എന്ന് പറഞ്ഞ ഒരു എന്താ പറഞ്ഞ ഒരു ടോട്ടലി ഒരു അർബൻ അഗ്ലോമറേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലെ പോപ്പുലേഷനും കാര്യം ഭയങ്കര തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് നമ്മുടെ ആ ഒരു ഭൂപ്രകൃതിയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് മലകളൊക്കെ ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ റോഡുകളും ഏകദേശം ഒരു എല്ലാം ടൗൺ സിറ്റി എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. അപ്പൊ ടോട്ടലി ഒരു അർബൻ അഗ്ലോമറേഷൻ ആകുമ്പോൾ ആളുകളുടെ ബൈയിങ് കപ്പാസിറ്റിയും കൂടുതലാണ്. അങ്ങനെയൊക്കെ വരാൻ നേരത്ത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ടൈമിന് വളരെ ഇമ്പോർട്ടന്റ്. ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പൊ അതുകൊണ്ട് ആളുകൾ പേഴ്സണലൈസ്ഡ് വെഹിക്കിളിലേക്ക് ടൈമിന്റെ ബേസിലെ പോകണം. അവർക്ക് പൈസ ഒന്നും ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ എല്ലാവരുടെയും പേഴ്സണലൈസ്ഡ് വെഹിക്കിൾ വന്നു കഴിയാൻ നേരത്ത് നമ്മളുടെ നിരത്തുകളെല്ലാം കൺജസ്റ്റഡ് ആകുകയും നമ്മൾ ഈ ടൈമിന് വേണ്ടി നമ്മൾ പോകുന്നെങ്കിലും ടൈം നമുക്ക് കിട്ടാതെ വരികയും ചെയ്യുന്നു. കാരണം നമുക്കൊരു 15 കിലോമീറ്റർ പെർ അവർ ആവറേജ് സ്പീഡേ നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ ഇപ്പോഴത്തെ ഈ തിരക്കിന്റെ ഇതെല്ലാം കൂടി വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ 50-60 കിലോമീറ്റർ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടുമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ വളരെ സ്ലോയിലാണ് നമ്മൾ പോകുന്നത്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് വെഹിക്കിൾസിന്റെ എന്നുവെച്ചാൽ ഒരാൾ കയറി യാത്ര ചെയ്യുന്ന ഒരാൾ ഒരു വണ്ടിയായിട്ട് പോവുകയാണ്. ഇനി കൂടി വന്ന ചില വണ്ടികളിൽ 2 പേരുണ്ടായേക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രൈവറ്റ് കാറുകളും മോട്ടോർ സൈക്കിളും മോട്ടോർ സൈക്കിളും കാറുകളും വരുന്നത് അവർക്ക് 2 കാര്യങ്ങൾ കൊണ്ടാവും. ഒന്ന് അവർക്ക് ക്വിക്കായിട്ട് സ്ഥലത്തെത്താനും, രണ്ടാമത്തെ കാര്യം അവർക്ക് കൂടുതൽ നടക്കാതെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങള് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഭരണാധികാരികള് ഭയങ്കരമായിട്ട് താമസിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പൊ അങ്ങനെ താമസിക്കുന്നത് കൊണ്ടാണ് ഇത്തരം പോളിസികളൊക്കെ വരാത്തത്. എന്തായാലും എന്റെ അറിവ് ശരിയാണെങ്കിൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരം കാര്യങ്ങളെ പറ്റി ചർച്ച ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ ഓട്ടോറിക്ഷകൾക്ക് ഇത്തരം പെർമിറ്റുകളോ ലൈസൻസുകളോ കൊടുക്കുകയോ അല്ലെങ്കിൽ സ്കീമുകളോ ഉണ്ടാക്കാനോ ഉള്ള പ്രൊവിഷൻസ് പുതിയ അമെന്റ്മെന്റിൽ വന്നിരിക്കുന്നത് എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റി ചട്ടങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ആലോചനകൾ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും നടക്കുള്ളൂ. അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കും അതുപോലെ മറ്റ് എല്ലാ റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നിയമത്തിൽ എക്സാക്ട്ലി എന്ത് മാറ്റമാണ് വരേണ്ടതെന്ന് ഒന്ന് പറയാൻ സാധിക്കും? പോളിസി വരികയാണെങ്കിൽ എന്ത് പോളിസി വേണം? നിയമം മോട്ടോർ വാഹന നിയമം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആക്ട് ആണ്. സെൻട്രൽ ആക്ടില് കുറെ അധികം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. സെക്ഷൻ 67 പുതിയ അമെന്റ്മെന്റ്, അതുപോലെ കോൺട്രാക്ട് കാരേജിന്റെ പെർമിറ്റ് ഗ്രാന്റുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൻ 74 അമെന്റ്മെന്റ്. ഇത്തരം അമെന്റ്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് വേണേൽ കൊടുക്കാം. പക്ഷെ അതിനൊരു ബില്ല് വേണം. അതിനുള്ള ഒരു എന്താ പറയുക, ജനപ്രതിനിധികൾ അത് തീരുമാനിക്കണം. ജനപ്രതിനിധികൾക്ക് ആ ഒരു തീരുമാനം പറഞ്ഞാൽ ജനപ്രതിനിധികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരേണ്ടതാണെന്നുള്ളത്. കാരണം ഇപ്പോ ഇതിന് ഒരു വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ ഇതിനെതിരായിട്ട് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് ഗാരേജിന് പാരലായിട്ട് സർവീസ് നടത്തി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, ഒരു എന്താ പറയണത് ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവും എന്നൊക്കെയാണ്. പക്ഷെ അതൊക്കെ വെറുതെ പറയുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തില് 36,000 പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നത് ഏകദേശം ഇപ്പൊ 7,000-ഓളമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. KSRTCനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റേജ് ഗാരേജ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% സൂപ്പർ ക്ലാസ് സർവീസുകളാണ്. സൂപ്പർ ക്ലാസ് ലോങ് ഡിസ്റ്റൻസ് സർവീസുകളാണ്. അതൊന്നും നമ്മളുടെ
ഈ ചെറിയ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഈ ചെറിയ മൂവ്മെന്റ് ലാസ്റ്റ് മൈൽ ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റിക്ക് അതൊന്നും യൂസ്ഫുൾ അല്ല. മറിച്ച് ഇത്തരം ഫസ്റ്റ് മൈൽ ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി അഫോർഡബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അവരുടെ യൂസിൽ അല്ലെങ്കിൽ അവരുടെ ആ ട്രാൻസ്പോർട്ടേഷൻ പാറ്റേണിൽ അവർക്ക് കൂടുതൽ ആളുകളെ കിട്ടും. മെയിൻ കോറിഡോറിൽ കൂടി പോണ വണ്ടികളാണ്. അപ്പൊ സൈഡിൽ നിന്നൊക്കെ അവർക്ക് വണ്ടി ഈ പറയുന്ന പോലെ ഒരു ഫീഡർ പോലെ വണ്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ആളുകളെ കിട്ടും. അപ്പൊ ഈ ഫീഡർ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് എന്താ ആളുകൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ കാറോ മോട്ടോർ സൈക്കിളോ എടുത്തുകൊണ്ട് മെയിൻ റോഡിൽ വരികയാണ്. അങ്ങനെ മെയിൻ റോഡിൽ വന്നു കഴിയാൻ നേരത്ത് അവർക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല, അങ്ങനെ കൊടുക്കാനും പറ്റൂല. പക്ഷെ അവരപ്പ ആലോചിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ബസ് എപ്പോ വരും, എനിക്ക് ഇപ്പൊ ഞാൻ എറണാകുളത്തുള്ള ഒരാളാണ്, എനിക്ക് തൃശ്ശൂർ വരെ പോകണം. തൃശ്ശൂർ വരെ പോകണമെങ്കിൽ എനിക്കൊരു ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ബസ് പോകുന്ന മെയിൻ റൂട്ടിലോ അല്ലെങ്കിൽ ബസ് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തോ എത്തണം. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടണം, അടുത്ത ബസ് എത്ര മണിക്ക് ഇവിടെ വരും, അത് ഞാൻ തൃശ്ശൂർ എത്ര മണിക്ക് എത്തും. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല. പിന്നെ നമ്മൾ മനസ്സിലൊരു ഉള്ള വെച്ച് കണക്കൂട്ടി എടുത്തു കഴിഞ്ഞാല് നമ്മൾക്ക് എന്തായാലും വളരെയധികം മണിക്കൂറുകൾ നഷ്ടമാകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ കാർ പാർക്ക് ചെയ്യാനൊന്നും നിൽക്കില്ല, പാർക്കിംഗ് ഫീസ് ഒക്കെ കൊടുക്കണമെന്നല്ല, നേരെ തൃശ്ശൂർക്ക് ഇതുമായിട്ട് പോയിക്കൊള്ളാം എന്ന് വിചാരിക്കും. അങ്ങനെ എല്ലാവരും അങ്ങനെ വിചാരിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൽ കൂടുതൽ പ്രൈവറ്റ് വാഹനങ്ങൾ വരികയും റോഡ് കൺജസ്റ്റഡ് ആകുകയും ചെയ്യും. ഈ ഉള്ള വണ്ടികൾക്ക് പോലും ആളില്ലാത്ത അവസ്ഥ, കാരണം ആ വണ്ടി വീണ്ടും സ്ലോ ആകുകയും ചെയ്യും ഇപ്പൊ ഉള്ള ബസ്സുകൾ. അപ്പൊ ഇത്തരം കാര്യങ്ങള് അതൊരു ശരിക്കും ഒരു ഇഷ്യൂ ആണോ എന്ന് പോലും നമ്മൾ അഡ്രസ് ചെയ്തിട്ടില്ല. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ സ്ലോ മൂവിങ് എന്ന് പറയുന്നത് അതൊരു ഇഷ്യൂ ആയിട്ട് ഇതുവരെ എടുത്തിട്ടില്ല ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണാധികാരികൾ. അത് എടുത്ത് അതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം വിദഗ്ധന്മാരുമായിട്ട് കൂടിയാലോചിച്ചൊരു പോളിസി തയ്യാറാക്കുക. പോളിസിക്ക് അനുസരിച്ചുള്ള ചട്ടങ്ങൾ കേരള മോട്ടോർ വാഹന ചട്ടങ്ങളിൽ കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിന് വ്യാപകമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രൊവിഷൻ പുതിയതായിട്ട് 2019 കൊണ്ടുവന്നിട്ടുണ്ട്. സ്കീംസ് ഉണ്ടാക്കാനുള്ള അധികാരം കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന് സ്കീംസ് ഉണ്ടാക്കി. ഇപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പല കാര്യങ്ങൾ കണ്ടു. ആദ്യം നമ്മൾ പഴയ ആക്ടിൽ തന്നെ ഇതിനുള്ള പ്രൊവിഷൻ ഉണ്ട്, അത് പക്ഷേ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. രണ്ടാമത് ഈ കടുത്ത കണ്ടീഷൻസ്, കോൺട്രാക്ട് ഗാരേജിന്റെ കണ്ടീഷൻസ്, ആ കണ്ടീഷൻ എല്ലാം എന്ന് വെച്ചാൽ എനി കണ്ടീഷൻ എന്നാണ്, എല്ലാ കണ്ടീഷനും വേണമെങ്കിൽ നമുക്ക് RTA-കൾക്ക് വേവ് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. അത് ചില പ്രത്യേക ഓപ്പറേഷനിൽ അതിൽ പറയുന്നുണ്ട്, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഈ പറയുന്ന കണ്ടീഷൻസ് വേവ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ പ്രൊവിഷൻ ഒന്നും ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. മൂന്നാമത്തത് നമുക്ക് സ്കീം ഉണ്ടാക്കാനായിട്ടുള്ള പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്കീം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രത്യേകം റൂട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത്തരം വാഹനങ്ങളെ നമുക്ക് ഓടിക്കാൻ പറ്റും. അത് ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇത് കൂടാതെ ലൈസൻസിങ് എന്നും പറഞ്ഞിട്ടൊരു സംവിധാനം പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് 2019 തന്നെ. അപ്പൊ ലൈസൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാനായിട്ടുള്ള കോൺട്രാക്ട് ഗാരേജിന്റെ പെർമിറ്റ് എടുത്തിരിക്കണം. അതേ സമയത്ത് തന്നെ ഇതിനൊരു സ്റ്റേജ് ഗാരേജ് ആകില്ല, എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ഫെയർ കളക്ഷനും ഇഷ്ടമുള്ള സ്ഥലത്ത് ഇറങ്ങുകയും കയറുകയും ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള രീതിയിൽ ഉള്ള ഒരു ലൈസൻസ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്കൊരു വാഹനം ഒരു കോൺട്രാക്ട് ഗാരേജോ അല്ലെങ്കിൽ സ്റ്റേജ് ഗാരേജ് ആണെങ്കിലും നമുക്ക് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ പെർമിറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനും പറ്റും ഒരേ വാഹനത്തിന് അറ്റ് എ ടൈമിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഓണർക്ക് ഏതാണ് ബെനിഫിറ്റ് എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഓണർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈസൻസ് ആണ് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് ലൈസൻസിൽ ഓടിക്കാം, പെർമിറ്റ് ആണ് നല്ലതെന്ന് കണ്ടു കഴിഞ്ഞാൽ പെർമിറ്റിൽ ഓടിക്കാം. ഇതിലെല്ലാത്തിലും എയിം ചെയ്യണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബിലിറ്റി ഓഫ് പീപ്പിൾ ആണ്. കാരണം ആളുകൾ കൂടുതൽ കയറിയാൽ മാത്രമേ ഇവർക്ക് ബിസിനസ് വയബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ പ്രോഫിറ്റ് കിട്ടണ ഒരു ഇതിലേക്കാണ് സാധാരണ അതിന്റെ ഓണർ പോകുന്നത്. അപ്പൊ അങ്ങനെ പ്രോഫിറ്റ് കിട്ടണതിലേക്ക് പോകുമ്പോൾ മാക്സിമം ആളുകൾക്ക് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം സംവിധാനങ്ങളെല്ലാം നിയമത്തില് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾക്ക് പ്രത്യേകിച്ച് 2019 എന്ന് പറയുമ്പോൾ ഇപ്പൊ 7 വർഷമായി.
7 വർഷമായിട്ട് നമ്മൾ അതിന് ബന്ധപ്പെട്ട ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഇതുവരെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ചട്ടങ്ങൾ ഇല്ലാതെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഈ ഇതില് ഇപ്പൊ ഇഷ്ടംപോലെ കാര്യങ്ങളിൽ ചട്ടങ്ങൾ കൊണ്ടുവരാനുണ്ട്. പലതിലും ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അതിനു മുമ്പുള്ള ചില അമെന്റ്മെന്റിലും ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇത്തരം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാതെ വരുന്നു എന്നുള്ളത് ഒരു ഒരു എന്താ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളില് പല പ്രത്യേകിച്ച് CPPR പോലുള്ള ആളുകളൊക്കെ എല്ലാം ഗവൺമെന്റിൽ പ്രസ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പോളിസി കൊണ്ടുവരിക. പിന്നെ ഈ പറയുന്നത് പോലെ ഈ MLA-മാരെയും അതുപോലെ തന്നെ ഓഫീസേഴ്സിനെയും എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻലൈറ്റൻ ചെയ്യുക ഇത്തരം കാര്യങ്ങളിലേക്ക്. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന കഞ്ചഷനും ആളുകളുടെ മറ്റ് ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇവിടെ റോഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് റോഡ് ഡെൻസിറ്റി ഏറ്റവും കൂടിയ സംസ്ഥാനം തന്നെയാണ് കേരളം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും കൂടുതൽ റോഡ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ ഇതിലാണ്. അപ്പൊ ഇത്തരം ടെക്നോളജി കാരണം ലോകത്തിന്റെ പല സ്ഥലം സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലുമൊക്കെ എല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോ 5 വർഷമോ 10 വർഷമോ മുമ്പല്ല, അതിനു മുമ്പ് മുതലേ അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളില് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള ഒരു നടപടികളൊക്കെ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഭാവി ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാവി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ IPT മാത്രം പറയുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് നമ്മൾ വന്ന വളരെ പരിതാപകരമായ സ്ഥിതിയാണ് അതിൻ്റെ അകത്ത്. നമ്മളിപ്പോ IPT മാത്രം പറയുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. വളരെ കാര്യമായ രീതിയിലുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് പോളിസി കേരളത്തിന് വേണമെന്നുള്ളത് തന്നെ എൻ്റെ അഭിപ്രായം. തീർച്ചയായും സാർ, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ ട്രാവൽ ചെയ്യുന്നതും കൂടുതലാണ്. അതുകൂടാണ്ട് ഇപ്പൊ റോഡുകൾ വാഹനം നിറഞ്ഞിരിക്കുകയാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വലിയ വാഹനങ്ങൾ കാറുകളും കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ IPT പോലുള്ള ഇങ്ങനെ അഫോർഡബിൾ ആയിട്ടും ഷെയർ ചെയ്തും പോകാൻ പറ്റുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള സ്കീമുകളും ചട്ടങ്ങളും ഇറക്കേണ്ടത് അനിവാര്യമാണ്. കാര്യം IPT നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പെട്ടെന്ന് നിർത്തി ആളെ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം അതിൻ്റെ അകത്തുണ്ട്. ഒരു ഡോർ തുറക്കൽ പരിപാടികളൊന്നും ഇല്ലല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പൊ കൊച്ചി പോലുള്ള സ്ഥലത്താണെങ്കിൽ വീതി കൂടിയ മെയിൻ ആർട്ടറി റോഡിൽ മാത്രമേ ബസ് ഓടുന്നുള്ളൂ. ബാക്കിയുള്ള ചെറിയ ചെറിയ റോഡുകളിലൊന്നും ബസ് ഓടിക്കാനും പറ്റില്ല, ഓടാനും പറ്റില്ല. അങ്ങനെ ഓടാനോ ഒന്നും പറ്റില്ല. അപ്പൊ അത്തരം ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ മെയിൻ ആർട്ടറി റോഡുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് വേറെ ഒരു സംവിധാനം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ടെമ്പോ ട്രാവലറോ അല്ലെങ്കിൽ ഒരു ബസ് തന്നെയോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ആവശ്യത്തിനുള്ള വീതിയുള്ള റോഡ് നമുക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിലും ഈ IPT ആണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതും കൂടി ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെപ്പറ്റി നന്നായിട്ട് പഠനം നടത്തിയിട്ട് സ്കീമുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ തന്നെ നിലവിലെ ഒരു പൈലറ്റ് ആയിട്ട് പല സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരം ഈ ഷെയർഡ് മൊബിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ കൊച്ചി മെട്രോയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കൊച്ചി മെട്രോയ്ക്ക് കൊടുത്തിരിക്കുന്ന അനുവാദം എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ, എല്ലാ ആൾക്കാർക്കും കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റണം. നിയമപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ അകത്ത്. കൊച്ചിയും അതുപോലുള്ള കേരളത്തിലെ എല്ലാ നഗരപ്രദേശങ്ങളിലും ചെറിയ റോഡിലെ സ്ഥലത്ത് ബസ് ഓടാത്തത് കൊണ്ടാണല്ലോ പലരും പ്രൈവറ്റ് വാഹനങ്ങൾക്ക് മാറുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഇതുപോലുള്ള സർവീസസ് വന്നാൽ അത് ഉപയോഗിക്കാനുള്ള ആളുമുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ പൊതുഗതാഗതം ശക്തിപ്പെടുകയും ചെയ്യും. ഇത് പാരലായിട്ട് ഒരു കോമ്പറ്റീഷൻ പോലെ ആയിരിക്കില്ല ഓടുന്നത്. അതിനു വേണ്ടിയിട്ട് റൂട്ടും മറ്റു കാര്യങ്ങളും RTO ലെവലിൽ തീരുമാനിക്കേണ്ടി വരും, ഇല്ലാന്ന് പറയും. അതുപോലുള്ള അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളും പുതിയ സ്കീമുകളും വരട്ടെ എന്ന് അതുകൂടിയാണ് നമ്മൾ ഈ ഒരു ഇതിന്റെ ആവശ്യം. ഓക്കെ, താങ്ക് യു സർ.